മിച്ചർ കുടിക്കടാ. സ്വല്പം മിനിറ്റ് കുറച്ച് മതിട്ടോ. ആ മതി. വെള്ളം ഒഴിക്കണില്ലേ? ചെയ്യേ സരിക്കരാ അത് ഫുള്ളായിട്ട് മുട്ടിക്കണ ക്ലാസ് കുടിക്കല്ലേ തിട്ടങ്ങള്. ഓക്കെ. സിനിമ സൂപ്പർ സിനിമയാ. നീലിയുടെ സീൻ ഉണ്ടല്ലോ, പൊരിച്ചു, അടിപൊളിയാ. എനിക്കത് കണ്ടിട്ടൊന്നും വലിയതായിട്ട് അഭിപ്രായം ഇല്ല. പണ്ട് കടമറ്റത്തൊക്കെ തന്നെ ഏഷ്യനിലെ സീരിയൽ ഉണ്ടായിരുന്നില്ലേ, അതാണ് നീലി. അല്ല സത്യത്തിൽ ഈ പ്രേതവും യക്ഷൊക്കെ ഉണ്ടോ? അതേ ഇതൊക്കെ കാരണന്മാര് വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കണതാ ഈ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിട്ട്. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല കേട്ടോ. അത് നീ പറഞ്ഞതൊക്കെ ശരിയാ സുമേഷേ. ഈ പണ്ട് കാലത്ത് പ്രേതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രേതങ്ങളൊക്കെ ഇപ്പൊ എവിടെ? ഇതപ്പം മൊത്തം കറണ്ടായില്ലേ എല്ലായിടത്തും, വഴിയില് മൊത്തം വെളിച്ചം. ചേട്ടാ അത് കെട്ടിച്ചമച്ച കഥയാണ്. ഇതുപോലെ തെളിയിപ്പിക്കാനുള്ള വല്ല സംഭവം ഉണ്ടോ? എന്താണ് സംശയം? കാട്ടിലെ ഒരുപാട് വഴി തെറ്റിപ്പോയ ആൾക്കാരുണ്ട്. അതിനുള്ള ആൾക്കാര് ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അത് സജ്ജേട്ടൻ പറഞ്ഞ കാര്യം. പണ്ട് ചെറുത്തേക്ക് ചോല കാണാൻ വേണ്ടി ഇവിടുന്ന് 17 പേര് പോയത് ഓർമ്മയുണ്ട്. 17 പേര് ചോല കാണാൻ. ചോല കാണാൻ പോയവര് അവിടുന്ന് ചോല കണ്ടതിന് ശേഷം അവർക്ക് നരിമടയിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. നരിമടയിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അവിടുന്ന് നരിമട കാണാൻ വേണ്ടി പോയി. നരിമടയിൽ എത്തിയവര് അവിടുന്ന് നരിമട കണ്ടതിന് ശേഷം ടവറ് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. ടവറ് കാണാൻ പോയി. പറഞ്ഞു വന്ന കാര്യം മനസ്സിലായോ? ടവറ് കാണാൻ പോയി. ടവറ് കണ്ട് തിരിച്ചു മടങ്ങിയതിന് ശേഷം അവരെങ്ങനെ നടന്നാലും എങ്ങനെ പോയാലും ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടത്. അഞ്ചുകാലി. നമ്മുടെ കാട്ടിലെ അഞ്ചുകാലി. അത് നീ പറഞ്ഞത് ശരിയാ അബ്ബിയെ. ഒരു നാട് മൊത്തം വലഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു അന്ന്. പ്രേതല്ല വഴി തെറ്റിക്കണ്, പൊട്ടിയ നാട്ടുകാര് പറഞ്ഞു കേട്ടു കേട്ടോ. പൊട്ടിയല്ല, പൊട്ടൻ. പൊട്ടൻ എന്നൊരു ദൈവം, ഒരു കാവൽ ദൈവം, തീപ്പന്തം കൊണ്ട് സഞ്ചരിക്കുന്നവൻ, ഭയപ്പെടുത്തുന്ന രൂപമുള്ളവൻ. സംഭവം ശരി തന്നെയാണ്. നേരം വഴി കാട്ടുകൂടെ നടക്കുമ്പോഴോ ആർക്കും വഴി തെറ്റും. അത് പ്രേതം വഴി തെറ്റിപ്പിക്കാന്ന് പറയാൻ പറ്റുമോ?